ന്യായപ്രമാണത്തിൽ കൂടെ നീതീകരണം ഇല്ലെന്നും, എന്നാൽ മനുഷ്യർക്ക് എന്നും വിഗ്രഹത്തോടുള്ള ആകർഷണം പോലെ തന്നെ ന്യായപ്രമാണത്തോടും ആകർഷണമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ന്യായപ്രമാണത്തോടുള്ള ആകർഷണത്തിന്റെ കാരണം കൊണ്ടാണ് വേർപാട് സഭ ഇന്ന് 1 ഡസനിലധികം വിഭിന്ന വേർപാട് സഭകളായിട്ട് മാറിയിരിക്കുന്നത്. അതിൽ ഒരു സൈഡില് മോഡേൺ വേർപാട് സഭകൾ, അവിടെ പെണ്ണുങ്ങളും സഭയിൽ മൂപ്പന്മാരായിട്ടുണ്ട്, പെണ്ണുങ്ങൾ സഭ നയിക്കുന്ന ചർച്ചസ് ഉണ്ട്, സംഖ്യ വളരെ കുറവാണ് എന്നാലും ഉണ്ട്. അവിടുന്ന് അങ്ങ് എക്സ്ക്ലൂസീവ് ബ്രദറൻ, അതൊരു കൾട്ടാണ്, അവിടെ വരെ ഒരു സ്പെക്ട്രം ഉണ്ട്. ഇതെല്ലാം ബേസിക്കലി ന്യായപ്രമാണത്തോടുള്ള ആകർഷണത്തിന്റെ കാരണം കൊണ്ടാണ്. അത് ഗലാത്യ സഭയിൽ പരിച്ഛേദനയിൽ തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ പല രീതിയിലുള്ള ദിവസങ്ങളെയൊക്കെ അവർ ആചരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. എല്ലായിടത്തും ഇതേ കാര്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനം 4:13-14 പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. ഗലാത്യർ 4:13-14, ഞാൻ ശരീരത്തിലെ ബലഹീന നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷണ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഗലാത്യ സഭകളോട് സംസാരിച്ചു വരുമ്പോൾ പൗലോസ് ചില വ്യക്തിപരമായ കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഈ ആശയവിനിമയത്തിന് പല മെത്തേഡ്സ് ഉണ്ടെന്ന് ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചു. അതിലുള്ള ഒരു മെത്തേഡാണ് വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ പ്രബോധിപ്പിക്കുക. ഈ വ്യക്തിബന്ധങ്ങൾക്ക് ദൈവവചനത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം ആവർത്തിച്ച് ശിഷ്യത്വ പരിശീലനത്തെ കുറിച്ച് പറയുന്നത്. ശിഷ്യത്വ പരിശീലനത്തിൽ ഒരു വ്യക്തിയെയോ പല വ്യക്തികളെയോ പക്വതയുള്ള ഒരു സഹോദരനോ ഒരു സഹോദരിയോ ട്രെയിൻ ചെയ്യുന്നു. പ്രായം പക്വതയുള്ള സഹോദരിമാര് യുവ സഹോദരിമാരെ ട്രെയിൻ ചെയ്യണം എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഇവിടെയെല്ലാം ആ വ്യക്തിബന്ധത്തിന് ഒരു റോൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം തൻ്റെ സമയവും തൻ്റെ എനർജിയും അതുപോലെ തന്നെ സ്നേഹം ട്രെയിനിങ്ങിന് വേണ്ടി നിക്ഷേപിച്ച ഒരു വ്യക്തിയോട് ട്രെയിനിങ് പ്രാപിച്ച ആളിന് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും കടപ്പാടും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ച് ആളുകളെ പ്രേരിപ്പിക്കാനും അതുപോലെ ആത്മീക ജീവിതത്തിൽ ഇന്നെത്തിയതിനേക്കാൾ കുറെ കൂടെ ഹയർ ലെവലിൽ എത്തുവാൻ വേണ്ടി അവരെ ചാലഞ്ച് ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ ഏറ്റവും ടോപ്പ് കോമ്പറ്റീഷൻസിലൊക്കെ ട്രെയിനറിനെ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വന്നില്ലെങ്കിൽ ട്രെയിനറിനെ മാറുന്നു. കാരണം ആ ട്രെയിനറാണ് ട്രെയിനിയെ വേണ്ട രീതിയിൽ നയിക്കുന്നത്. ഇവിടെ ഈ ഗലാത്യ ലേഖനം എഴുതിയ പൗലോസ് ദൈവാത്മാവിന്റെ പ്രേരണയോടെ പറയുന്ന ഒരു കാര്യമാണ്. ശരീരത്തിലായിരുന്നു, ബലഹീനനായിരുന്നു, എന്നാൽ നിങ്ങൾ ആ വിഷയത്തിൽ നിന്നയോ വെറുപ്പോ ഒന്നും കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തു യേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക അത്രേ ചെയ്ത്. അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് മാത്രമല്ല, അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കും എന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്, മറ്റ് വിശ്വാസികളുടെ ജീവിതത്തിൽ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്, അത് നമ്മളൊക്കെ മറന്നുപോയ, ആത്മീക ജീവിതത്തിലെ മറന്നുപോയ ഒരു കാര്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പെന്തിക്കോസ്ത് സഭകളിൽ അതേ സമയത്ത് പാസ്റ്റേഴ്സിന്റെ ഭാര്യമാര് അവരുടെ സഭയുടെ അംഗങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഉണ്ടാകും. പാസ്റ്റർ ഉണ്ടാകും, ഭാര്യ ഉണ്ടാകും. അതിൽ കുറെയൊക്കെ ആളുകളെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ടാ. നല്ലതാണ്, നമുക്കത് ഇല്ലാത്തതിൽ നമ്മൾ ലജ്ജിക്കണം. എന്നാൽ അതേ സമയത്ത് അവർക്ക് അവരുടെ സഭയുടെ മെമ്പേഴ്സിനോടും മെമ്പേഴ്സ് ആകാൻ സാധ്യതയുള്ള ആളുകളോടും ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പൗലോസ് എവിടെല്ലാം പ്രവർത്തിച്ചു അവിടെല്ലാം ഇങ്ങനെയുള്ള താല്പര്യം കാണിച്ചു. ആരുടെ ഒക്കെ മധ്യേ ശുശ്രൂഷിച്ചു അവർക്ക് ഒരു ഫൈനാൻഷ്യൽ ഭാരമാകാതെ പൗലോസ് സ്വന്തം സപ്പോർട്ട് കൂടാരപ്പണിയിൽ കൂടെ റേസ് ചെയ്തു. അതിന്റെ കാരണം കൊണ്ട് പൗലോസിന് അവരോട് പേഴ്സണലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ സാധിച്ചു. വേർപാട് വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി നാം
മറ്റുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട നിക്ഷേപം ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ബ്രദർ വാട്ട് ഈസ് ദിസ്, സിസ്റ്റർ വാട്ട് ഈസ് ദിസ്, അല്ലെ പിള്ളേരോട് അത്രയും പേഴ്സണൽ ബന്ധം ഉണ്ടെങ്കിൽ പിള്ളേരടാ നീ ഇന്നലെ എന്താ ചെയ്തത്, അല്ലെ മോളെ നീ ഇന്നലെ ചെയ്ത് വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഗിൽറ്റ് ഉണ്ടാകുമോ? ഓഫ് കോഴ്സ് ഇന്ന് കുറ്റബോധം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. കുറ്റബോധം കുറഞ്ഞിരിക്കുന്നതിന്റെ കാരണം മനസാക്ഷി കുറഞ്ഞതുകൊണ്ടാണ്. എന്നാലും അങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നാം അതുപോലെ നിക്ഷേപം ചെയ്തിരിക്കണം. അങ്ങനെ നിക്ഷേപം ചെയ്താൽ കുറ്റബോധം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഓർപ്പിക്കട്ടെ. സോ ഇവിടെ പൗലോസ് അവരുടെ ജീവിതത്തിൽ ചെയ്ത നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് അവരോട് സംസാരിക്കുകയാണ്. അത് കമ്മ്യൂണിക്കേഷന്റെ ഒരു രീതിയാണ്. അത് കഴിഞ്ഞ് 4:15 ചോദിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? ഇംഗ്ലീഷ് എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആണ്. വേർ ഈസ് ദ ബ്ലെസ്സഡ്നെസ് അബൌട്ട് വിച്ച് യു സ്പീക്ക്? നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ആ അനുഗ്രഹം എന്ത് ചെയ്യും? അവർ ഈ ന്യായപ്രമാണത്തിന്റെ പുറകെ പോയതോടെ ന്യായപ്രമാണത്തിന്റെ എരിവൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വിശ്വസിച്ച സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരുടെ മധ്യേ നടന്നപ്പോൾ അവർ അനുഭവിച്ച ആ സന്തോഷം ഇന്ന് അവരുടെ മധ്യേ ഇല്ല. അതുകൊണ്ടാണ് ദൈവവചനം ചോദിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? അത് കഴിഞ്ഞ് പിന്നെയും ഈ ലേഖനം എഴുതിയ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഒരു ചോദ്യം ചോദിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. ഞാൻ പറഞ്ഞല്ലോ, ആത്മീക ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് വളരെയധികം സ്ഥാനമുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ചർച്ച് ലൈഫ് മാത്രമല്ല, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അതിന് ഒരു ആത്മീക വശം ഉണ്ടെന്ന് ഓർപ്പിക്കട്ടെ. പേരൻസ്, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിലുള്ള പേരൻസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് മക്കളെ വളർത്തുന്നതിന്റെ പല വശങ്ങളുണ്ട്. അതിലൊരു വശം അവരുടെ ആത്മീക ജീവിതമാണ്. ആ ആത്മീക ജീവിതം നാം ചെയ്യേണ്ട രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. പൗലോസിനെ ദൈവാത്മാവ് ഗലാത്യയിൽ വിട്ടപ്പോൾ പൗലോസ് അത് ചെയ്തു. അതിന്റെ കാരണം കൊണ്ട് ഗലാത്യ വിശ്വാസികൾക്ക് പൗലോസിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു, പൗലോസിനോട് ഒരു പ്രത്യേക സമർപ്പണം ഉണ്ടായിരുന്നു, ഒരു വിധേയത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, എങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. ഇവിടെ ഒരു നിമിഷം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഏറ്റവും അധികം വളരുന്ന സഭകളിലെല്ലാം വ്യക്തിബന്ധങ്ങൾക്ക് അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ താമസിക്കുന്ന എറണാകുളത്തു നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരെ ഒരു ചർച്ചുണ്ട്. അത് കഷ്ടിച്ച് 30 വർഷം മുമ്പ് തുടങ്ങിയതാണ്. 30 വർഷം മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും തുടങ്ങി. ഈ 30 വർഷം കൊണ്ട് അവരുടെ മെമ്പർഷിപ്പ് വർദ്ധിച്ച് 1000കണക്കിനായി കഴിഞ്ഞു. മെമ്പേഴ്സിനെ പല ചർച്ചസ് ആയി കഴിഞ്ഞു, പല മിഷൻ ഫീൽഡ് ആയി കഴിഞ്ഞു. ഈ ഒരു ജസ്റ്റ് ആ മാതൃസഭയിൽ മെമ്പേഴ്സിനെ അവരെ കരുതാൻ വേണ്ടി അവർ 10 പാസ്റ്റേഴ്സിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വേർപാടുകാർ പാസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെപ്പേർഡ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇടയ ശുശ്രൂഷ. പുരുഷന്മാർക്കുണ്ട്, സ്ത്രീകൾക്കും ഉണ്ട്. സ്ത്രീകൾക്ക് സഭയിലല്ലെന്നേ ഉള്ളൂ, സഭയിൽ പുൾപിറ്റല്ലല്ലെന്നേ ഉള്ളൂ. എന്നാൽ പ്രായമുള്ള സ്ത്രീകളോട് ദൈവാത്മാവ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ഉണ്ട് ഇടയ ശുശ്രൂഷ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ അത് ഒരു കണ്ടീഷനിലും മറക്കാൻ പാടില്ല. അങ്ങനെ ഇടയ ശുശ്രൂഷ വേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് അത് ചെയ്തത്, നമ്മൾ ആരെയാണ് കുഞ്ഞാടുകളെ പോലെ വളർത്തിക്കൊണ്ടുവന്നത്, വേണ്ടി വന്നാൽ അവരുടെ കണ്ണ് ചൂന്നെഴുത് നമുക്ക് വേണ്ടി തരും എന്നുള്ളത് അത് ആലങ്കാരികമായിട്ട് സത്യമാണ്. നമ്മൾ മറന്നുപോയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ബേസിക്കലി നമ്മുടെ മധ്യേ ആ ഇടയ ശുശ്രൂഷ അത് പ്രാക്ടിക്കലി ഇല്ലാതെ ആയിരിക്കുകയാണ്. എന്നാൽ ദൈവാത്മാവ് പൗലോസിനെ വിളിച്ചപ്പോൾ പൗലോസ് തന്റെ ജോലി വിശ്വസ്തയോടെ ചെയ്തു. അതിന്റെ റിസൾട്ട് താൻ ഇവിടെ പറയുന്നു. അത് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആശയവിനിമയത്തിന് പല ലെവൽസ് ഉണ്ട്. അതിൽ ഒരു ലെവലാണ് വ്യക്തിബന്ധങ്ങളെ ഓർപ്പിച്ചിട്ട് ആശയവിനിമയം, പ്രത്യേകിച്ച് പ്രബോധനം നൽകുന്നത്. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ ഇരിക്കെ
നിങ്ങളോട് സത്യം പറയുക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? ആദ്യമേ പൗലോസ് വ്യക്തിബന്ധങ്ങളെ ഓർപ്പിക്കുന്നു. ആ വ്യക്തിബന്ധങ്ങളെ ഓർപ്പിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഇന്നതുപോലും ചെയ്യാൻ തയ്യാറായിരുന്നു. ആ നിങ്ങളോട് ഞാൻ സത്യം ഓർപ്പിച്ചപ്പോൾ എന്നെ ശത്രുവായിട്ട് കാണുന്നു. ഇത് വൈകാരികമായിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. വികാരങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വളരെയധികം റോളുണ്ട്. വികാര ആത്മീയ ജീവിതമല്ല, ആത്മീയ ജീവിതം വികാരങ്ങളല്ല. എന്നാൽ ആത്മീയ ജീവിതത്തിൽ വികാരങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വികാരം നമ്മളെ ഭരിക്കണം. ദൈവവചനം തുറന്ന് പേഴ്സണൽ വായന ചെയ്യുമ്പോൾ ആ വികാരം നമ്മളെ ഭരിക്കണം. വികാരം ആത്മീയ ജീവിതമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആത്മീയ ജീവിതം വികാരങ്ങളിൽ അധിഷ്ഠിതമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ വികാരങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വലിയൊരു റോൾ ഉണ്ടെന്ന് ഇവിടെ നമ്മൾ പിന്നെയും കാണുന്നു. ആ വികാരത്തെ ഉപയോഗിച്ചാണ് പൗലോസ് ചോദിക്കുന്നത്, മക്കളെ, നിങ്ങളോട് ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ശത്രുവായി മാറിയോ? ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. വിശ്വാസികളായ നാം ബയോഗ്രാഫീസ്, ജീവചരിത്രം വായിക്കണം. കാരണം ആ ജീവചരിത്രങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാകും ദൈവം എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തു. ഈ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, പൂർണ്ണമായിട്ട് ദൈവത്തെ ത്യജിച്ച് ജീവിച്ചിരുന്ന പലര് അവർ ജോലിയായി സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ മാതാവ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു അതിൽ കൂടെ രക്ഷയിലേക്ക് കടന്നുപോയി. അല്ലെ മാതാവ് പറഞ്ഞ കാര്യം ഓർത്തു ഏറ്റവും അടുത്തുള്ള ഒരു ചർച്ചിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ അല്ലെ അവിടെയുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ് അവരെ രക്ഷയിലേക്ക് നയിച്ചു. വൈ? അവരുടെയൊക്കെ മാതാക്കൾ ആ കുട്ടി ചെറുതായിരുന്നപ്പോ തൊട്ട് ആ കുട്ടിയിൽ ഒരു നിക്ഷേപം ചെയ്തു. അതുകൊണ്ട് മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വലിയൊരു എമോഷനാണ്. ആ എമോഷൻ ഫൈനലി തന്റെ കണ്ണുകളെ തുറക്കുവാൻ വേണ്ടി കാരണമായി തീർന്നു. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ താൻ കറക്റ്റ് സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഒരു ഷെപ്പേർഡ്, ഒരു ഇടയൻ, അതൊരു പാസ്റ്ററാകാം, ഒരു സുവിശേഷനായ, രണ്ടും അല്ലാത്ത ഒരു മോട്ടിവേറ്റഡ് വിശ്വാസി, ആ ഇടയൻ അവരെ രക്ഷയിലേക്ക് നയിച്ചു. എമോഷൻസിന് വലിയ റോൾ ഉണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. ഇവിടെ പൗലോസ് അതേ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് കുറ്റബോധം വരും എന്ന് ദൈവദാസന് അറിയാം. ദൈവാത്മാവ് അതുകൊണ്ടാണ് പൗലോസിനെ പ്രേരിപ്പിക്കുന്നത് ആ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി. അപ്പൊ പെട്ടെന്ന് കുറ്റബോധം അവരുടെ മനസ്സിൽ, പൗലോസിനോടുള്ള ലോയൽറ്റിയുടെ കാരണം കൊണ്ട് പെട്ടെന്ന് കുറ്റബോധം വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി 4:17 നാം വായിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കാത്രേ ചെയ്യുന്നത്. മലയാളത്തിൽ ഒരു വല്ലാത്തൊരു കൺസ്ട്രക്ഷൻ ആണ്. ഈ വാക്യം പറയുന്നതിന്റെ അർത്ഥം അവർ നിങ്ങളെക്കുറിച്ച് വലിയ എരിവ് കാണിക്കുന്നു. അപ്പൊ ഇവിടെ എമോഷണലി ഓൾറെഡി അവരെ സ്പർശിച്ച്, അയ്യോ അങ്ങനല്ല, പൗലോസ് സഹോദരനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, പൗലോസ് അങ്കിളിനോട് കടപ്പാടുണ്ട്, പൗലോസ് അപ്പച്ചനോട് കടപ്പാടുണ്ട്, അപ്പോസ്തലനായ പൗലോസിനോടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് പൗലോസ് പെട്ടെന്ന് പറയാം, മക്കളെ, നിങ്ങളെ പരിച്ഛേദനയിലേക്ക് നയിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ആ എരിവ് കാണിക്കുന്നത് നിങ്ങളുടെ ഗുണത്തിനായിട്ടല്ല. അവരിങ്ങോട്ട് എരിവ് കാണിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് എരിവ് കാണിക്കും. അങ്ങനെ പരസ്പരം എരിവ് കാണിച്ചു കഴിയുമ്പോൾ അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കുക അത്രേ ചെയ്യുന്നത്. പുറത്തിട്ട് അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം രക്ഷയുടെ അനുഭവം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഏത് സഭയുമായിട്ട് കൂട്ടായ്മയിലാണ്, ഏത് വിശ്വാസികളുമായിട്ട് കൂട്ടായ്മയിലാണ്, ഏത് ഉപദേശം നമ്മൾ മനസ്സിലാക്കുന്നു, ഏത് ഉപദേശം അംഗീകരിക്കുന്നു, അതെല്ലാം വിട്ടിട്ട് അതിന്റെ പുറത്ത് കൊണ്ടുവന്ന് തിരിച്ചങ്ങോട്ട് പോകാതെ നിങ്ങളെ പൂട്ടിയിടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദേ വുഡ് എക്സ്ക്ലൂഡ് യു. വിശ്വാസികളെ സഭയിൽ നിന്ന് മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. വിശ്വാസികളായ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവാത്മാവ് പൗലോസിനെ പ്രേരിപ്പിച്ചതിനനുസരിച്ച് പൗലോസ് വ്യക്തിബന്ധങ്ങളെ ചൊല്ലി അവരുടെ എമോഷൻസിനെ ചെറുതായിട്ട് സ്പർശിച്ചു കഴിഞ്ഞ് പിന്നെ അവരെ വാൺ ചെയ്യുന്നു. മക്കളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് വലിയ സ്നേഹം കാണിക്കുന്ന അവർ ഇങ്ങോട്ട് കാണിക്കുന്നത് നിങ്ങളുടെ സ്നേഹം അങ്ങോട്ട് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളെ സഭയിൽ നിന്നും നിങ്ങളുടെ ഉപദേശത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും മാറ്റി ഡോർ പൂട്ടിക്കളക. സോ ദാറ്റ് നിങ്ങൾ ഒരിക്കലും
മടങ്ങിപ്പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ വേർപാട് സഭ, ഓരോ വർഷവും വേർപാട് സഭ വിട്ടുപോകുന്ന ആളുകളിൽ 10-1 പേര് പോലും മടങ്ങി വരാറില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, വേർപാട് സഭ വിട്ട് കൾട്ടുകളിൽ പോയി ചേരുന്ന ആളുകൾ അതിൽ 10-1 പേര് പോലും മടങ്ങി വരുന്നില്ല. കാരണം മടങ്ങി വരാനുള്ള എല്ലാ വഴികളും അവർ അടച്ചു കളയുകയാണ്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ അതെങ്ങനാ സാധിക്കുന്നത്? അത് സൈക്കോളജിയില് അതിന് പല രീതിയിലുള്ള തന്ത്രങ്ങളുണ്ട്. ഈ വിശ്വാസികളെ ശരിയായ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഈ സമൂഹങ്ങളെല്ലാം ആ തന്ത്രങ്ങൾ മനസ്സിലാക്കി ആ തന്ത്രം ഉപയോഗിച്ച് അവരെ പിടിച്ചു നിർത്തുകയാണ്. എനിക്ക് ഇന്ന് ഓർമ്മയുള്ള ഒരു കാര്യം, ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം പട്ടണത്തിൽ ഞങ്ങൾ 5 സഹോദരന്മാര്, 3 സഭകളിൽപ്പെട്ട 5 സഹോദരന്മാര് ചേർന്ന് ആദ്യമേ ഒരു ഇംഗ്ലീഷ് ബൈബിൾ ക്ലാസ് തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു പ്രീഡോമിനന്റ്ലി ഇംഗ്ലീഷ് സഭ തുടങ്ങി. എറണാകുളത്തുള്ള ഒരു സാമുദായിക ചർച്ചിൽ നിന്ന് ഒരു കപ്പിൾ വ്യക്തമായിട്ട് രക്ഷയുടെ സന്ദേശം മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് അവരുടെ സഭ വിട്ട് ഈ സഭയിൽ വന്ന് ഞങ്ങളുടെ കൂടെ ചേരുവാനുള്ള എല്ലാ പ്രിപ്പറേഷനായി. അത് അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ചർച്ചുകാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ആ ബ്രദറിനെ പിടിച്ച് അവരുടെ ചർച്ചിന്റെ സൺഡേ സ്കൂൾ സൂപ്രിന്റൻഡന്റാ. അത് വലിയൊരു അട്രാക്റ്റീവ് ഒരു പോസ്റ്റാണ്. കാരണം അത് എറണാകുളം പട്ടണത്തിലുള്ള അതിവിശാലമായ ഒരു ചർച്ചും ഈ പട്ടണത്തിലെ വലിയ പരിഷ്കൃത ആളുകളും ധനികരും പോകുന്ന ഒരു ചർച്ചാണ്. ഒറ്റ ഒരു കാര്യം ചെയ്തുള്ളൂ, താൻ ആ ചർച്ച് വിട്ട് ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് തന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ തന്നെ സൺഡേ സ്കൂളിന്റെ ടീച്ചറല്ല, സൺഡേ സ്കൂളിന്റെ സൂപ്രിന്റൻഡന്റ് ആക്കി. അതോടെ ആ ആകർഷണ വലയത്തിൽ താൻ പെട്ട് ഇങ്ങോട്ട് വരുന്ന വാതിൽ അടഞ്ഞു. ഒരു പ്രാവശ്യം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനൊന്നും തുറന്നു കിട്ടത്തില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയുള്ള എത്ര കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസികളെ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ കാണിച്ചു കൊണ്ടുപോയി ഡോർ അടയ്ക്കുക. ഗലാത്യരോട് ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ഓർപ്പിക്കുന്നത്, മക്കളെ, അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കാത്രേ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ മക്കൾ വീടുകൾ വിട്ട് പഠിക്കുവാൻ വേണ്ടി അന്യ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വേർപാട് സഭയുണ്ടെങ്കിൽ ആ സഭയിൽ തന്നെ പോകാൻ അവരെ നമ്മൾ പ്രേരിപ്പിക്കണം. നമ്മുടെ സഭകൾക്കൊക്കെ ഒത്തിരിയും കുറവുകളുണ്ട്. ഒത്തിരിയും കുറവുകളല്ല, നമ്മുടെ സഭകൾക്ക് കുറവുകളേ ഉള്ളൂ, ചില നല്ല കാര്യങ്ങളുണ്ട്. ആ സ്റ്റേജിൽ നമ്മൾ ആയിരിക്കുവാണ്. എന്നാൽ അങ്ങനെ ആണെങ്കിൽ പോലും മക്കളെ ഈ സഭ വിട്ടു പോകരുതെന്ന് നമ്മൾ പ്രേരിപ്പിച്ച് സാധിക്കുവാണെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ സഭകളിൽ തന്നെ നിർത്തണം. കാരണം ഒരു പ്രാവശ്യം സഭ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ സഭയിലേക്ക് മടങ്ങി വരത്തില്ല, സാധ്യതയില്ല. നിങ്ങൾ ചോദിച്ചു എന്നിരിക്കും, ബ്രദറെ അവർ പോയിടത്ത് ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ പ്രശ്നം അതല്ല. നമ്മുടെ സഭകൾ വിട്ടുപോകുന്ന ചെറുപ്പക്കാര് പോകുന്നതിൽ 90% സഭകളിലും ശരിയായ ഉപദേശം അല്ല പഠിപ്പിക്കുന്നത്. ഒരു നല്ല ശതമാനത്തിൽ ഉപദേശമേ ഇല്ല, പ്രത്യേക ഉപദേശമൊന്നുമില്ല. അവിടെ ബി ഹാപ്പി, ഐ എം ഹാപ്പി, യു ആർ ഹാപ്പി, നമുക്ക് കുറെ പാട്ട് പാടാം, കുറെ ദൈവത്തെ സ്തുതിക്കാം, കുറച്ച് എഴുന്നേറ്റ് നിന്ന് കുറച്ച് സ്തോത്രം ചെയ്യാം, ആൻഡ് ഒന്നിച്ച് കുറച്ച് ഫീസ്റ്റ് ഒക്കെ ആകാം, ഫ്രണ്ട്ഷിപ്പ് ആകാം, ഫെലോഷിപ്പ് ആകാം. ഉപദേശമൊന്നുമില്ല, പ്രത്യേകിച്ച് ഉപദേശമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തേനേക്കാൾ ബെറ്റർ ഉപദേശം ആണെങ്കിലോ ബ്രദറെ എന്ന് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ, 90% സഭകളിൽ പ്രത്യേക ഉപദേശമൊന്നുമില്ല. അവർ പിടിച്ചോണ്ട് പോവുകയാണ്, പിന്നെ മക്കൾ തിരിച്ചു വരത്തില്ല. സോ ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, അവർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നത് നിങ്ങൾ തിരിച്ച് സ്നേഹം കാണിക്കണം. എന്നാൽ ഇത് ഗുണത്തിനായിട്ടല്ല, നേരെ മറിച്ച് നിങ്ങൾ തിരിച്ച് സഭയിലോട്ട് വരാൻ പാടില്ല, അതിനെ നിങ്ങളെ പുറത്തു കൊണ്ടുപോയി ഡോർ അടയ്ക്കുവാൻ വേണ്ടിയാണ് അവർ ഇതെല്ലാം കാണിക്കുന്നത്. വിശ്വാസികളായ നാം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെയൊക്കെ മക്കളെ വേണ്ട രീതിയിൽ പരിശീലിപ്പിക്കാൻ ദൈവം സഹായിക്കട്ടെ. അപ്പൊ ഒരു ചോദ്യം വന്നെന്നിരിക്കും, പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുമോ? ഇല്ല. പൂർണ്ണത എന്ന് പറഞ്ഞ ഒരു കാര്യം മനുഷ്യ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ മക്കളെ വേണ്ട രീതിയിൽ പരിശീലിപ്പിച്ചാൽ അവരൊരിക്കലും തെറ്റിപ്പോകത്തില്ല എന്നല്ല, നേരെ മറിച്ച് പരിശീലിപ്പിച്ചില്ലെങ്കിൽ 100% തെറ്റിപ്പോകും. പരിശീലിപ്പിച്ചാൽ ചിലപ്പം ഒരു 10% കുട്ടികളെ തെറ്റിപ്പോകത്തുള്ളൂ, പരമാവധി 20%. രണ്ടും തമ്മിലുള്ള അന്തരം നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളെ
വേണ്ട രീതിയിൽ ദൈവവചനത്തിൽ പരിശീലിപ്പിച്ചാൽ അവർ ഒരിക്കലും തെറ്റിപ്പോകത്തില്ലെന്നല്ല അർത്ഥം. ഒരു 10-20% കുട്ടികളിൽ അധികം തെറ്റിപ്പോകത്തില്ല. ബാക്കി ആളുകൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് അർത്ഥം. എന്നാൽ നാം പരിശീലിപ്പിക്കുകയേ ചെയ്യുന്നില്ലെങ്കിൽ 100% കുട്ടികളും തെറ്റിപ്പോകും. കാരണം ലോകത്തിന്റെ ആകർഷണം വളരെ അധികമാണ്. അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിൽ കൂടെ നമ്മുടെ കുട്ടികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുവാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. അപ്പം ഇവിടെ പിന്നെ ആ വ്യക്തിബന്ധങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാണ്. പൗലോസ് ഗലാത്യയിലായിരുന്നപ്പോൾ അവർ വലിയ എരിവ് കാണിച്ചു. പൗലോസ് പോയി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് യെരുശലേമിൽ നിന്നുള്ള ഈ ന്യായപ്രമാണം ആചരിക്കണമെന്ന് പറഞ്ഞ ആളുകൾ അവിടെ വന്നത്. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അന്ന് സുവിശേഷത്തിനും വേർപാടിന് വേണ്ടി ഉണ്ടായിരുന്ന എരിവെല്ലാം മാറിപ്പോയി. ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ഞാനവിടെ ദൈവാത്മാവിന്റെ പ്രേരണയാൽ പൗലോസ് ഓർപ്പിക്കുന്നത്, ഞാൻ നിങ്ങളോടായിരുന്നപ്പോ നിങ്ങൾ വലിയ എരിവ് കാണിച്ചു. എന്നാ അത് പോരാ, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. നമുക്കറിയാമല്ലോ, ഈ ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ള കുട്ടികൾ പേരൻസ് നോക്കിയിരിക്കുന്ന സമയത്ത് വലിയ പഠിക്കുവാന്നുള്ളത് കാണിച്ച് അവർ ഹോംവർക്ക് ചെയ്യുവാണെന്ന് കാണിക്കുന്നു, അവർ പ്രദർശിപ്പിക്കുന്നു. പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോഴാണ് അവരുടെ തനിനിറം കാണുന്നത്. അവരുടെ ശ്രദ്ധ അങ്ങോട്ടാകുന്നു, ഇങ്ങോട്ടാകുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കുന്നു. ഓഫ് കോഴ്സ് അങ്ങനെ കുട്ടികൾക്ക് മൊബൈല് കൊടുക്കുന്നത് ശരിയല്ലെന്ന് പെട്ടെന്ന് ഞാൻ ഓർപ്പിച്ചു പോകട്ടെ. അതിനെക്കുറിച്ച് ഒരു കാര്യം ഈ വാക്യം പറഞ്ഞു കവർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ഒരാൾ നിങ്ങളെ നോക്കിയിരിക്കുമ്പോൾ മാത്രം ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. അത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ആയിരിക്കണം. ഇവിടെ പെട്ടെന്ന് ഒരു ഡൈവേർഷൻ ഞാനൊന്ന് ചെയ്യട്ടെ, കാരണം വിഷയം വന്നപ്പോൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പലര് കേട്ട് കാണും, ജനിച്ച് അധികം താമസിക്കാതെ സംസാരിച്ചു തുടങ്ങിയ പല കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ സംസാരിക്കാൻ നിർത്തി. ഇത് വർദ്ധിച്ചു വരുന്ന ഒരു സിംറ്റമാണ്. ജനിച്ച് സംസാരിക്കുന്ന സ്റ്റേജ് ആയപ്പോൾ ഡാഡി, മമ്മി, അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞു തുടങ്ങിയ കുട്ടി ചില വർഷങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് മൗനമാകുന്നു, സംസാരിക്കുന്നില്ല. ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി എത്ര കാണിച്ചിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ അടുത്ത ഇടയ്ക്ക് വെളിപ്പെട്ട ഒരു കാര്യം, ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് കളിപ്പാട്ടമായിട്ട് മൊബൈൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ മൊബൈലിനെ കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കുന്ന ചില കുട്ടികൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ ഇൻഫന്റ് പ്രായമാണെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവർ ചിലപ്പം വളരെയധികം കരഞ്ഞെന്നിരിക്കും, ബഹളമുണ്ടാക്കിയെന്നിരിക്കും, ഭക്ഷണമൊക്കെ എടുത്ത് എറിഞ്ഞെന്നിരിക്കും. എന്നാലും ഒരു പ്രായമാകുന്നത് വരെ കുട്ടികൾക്ക് കളിപ്പാട്ടമായിട്ട് മൊബൈൽ കൊടുക്കാൻ പാടില്ല. വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ ഒരു വീഡിയോ കോൾ ചെയ്യുവാണെങ്കിൽ ആ വീഡിയോയിൽ വല്യപ്പച്ചനോ വല്യമ്മച്ചിയോടോ സംസാരിക്കാൻ അനുവദിക്കണം. അവിടെ മൊബൈൽ ആശയവിനിമയത്തിന്റെ ഒരു മാധ്യമമാണ്, കളിപ്പാട്ടമല്ല. എന്നാൽ മൊബൈല് കളിപ്പാട്ടമായിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചില ശതമാനം കുട്ടികൾ ഒരു പ്രായം കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ മക്കളോട് അവരുടെ മക്കൾക്ക് വേണ്ടി മൊബൈൽ ഒരു കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കരുത്, കൊടുക്കരുത്, അനുവദിക്കരുത് എന്ന് നിങ്ങൾ പ്രത്യേകം അവരോട് പറയണം എന്നൊരു കാര്യം പറയട്ടെ. ഇവിടെ മൊബൈലിന്റെ കാര്യം വന്നപ്പോൾ ഇത് പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. കാരണം ഇത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ്. എൻ്റെ ഓൺ ചർച്ച് സർക്കിളിലും ഫാമിലി സർക്കിളില് ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ സംസാരിക്കാൻ നിർത്തിയ പല കേസസ് ഉണ്ട്. പല കേസസ് പേരൻസ് എത്രയോ ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട്. ഇനി ആ കുട്ടികൾ എന്തെങ്കിലും സംസാരിക്കുമോ നമുക്കറിയത്തില്ല. കാരണം ഇതൊക്കെ പുതിയ സിംറ്റംസ് ആണ്. അങ്ങനെ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ മുന്നോട്ട് പഠിക്കുമോ
നമുക്കറിയത്തില്ല. പഠിച്ചാൽ എത്ര സക്സസ്ഫുൾ ആകും നമുക്കറിയത്തില്ല. പഠിച്ച് സംസാരശേഷി ഇല്ലാതെ പഠിച്ച് ജോലിക്ക് ഏബിൾ ആകുമോ നമുക്കറിയത്തില്ല. പേരൻസിന്റെ കാലം കഴിയുമ്പം ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, ജോലി ഇല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ചില കുട്ടികൾക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വേണ്ട കരുതൽ വേണം. ഗലാത്യർ 4:19 നാം വായിക്കുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ഇതെല്ലാം ഈ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സംസാരിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മീക സംഭാഷണം, അത് ആത്മീക ആശയവിനിമയത്തിന്റെ ഒരു പ്രധാന ആയുധമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അക്കാര്യത്തിൽ നമുക്ക് വളരെയധികം പരാജയം സംഭവിച്ചിട്ടുണ്ടെന്ന് ഓർപ്പിക്കട്ടെ. കാരണം വേർപാടുകാരായ നാം നമ്മുടെ മക്കളുടെയോ നമ്മുടെ സഭയിലെയോ നമ്മളെക്കാൾ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ വ്യക്തിബന്ധത്തിൽ കൂടെ അവരെ ഷെപ്പേർഡ് ചെയ്യുന്ന ആ വിഷയത്തിൽ വലിയ പരാജയം സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എന്നെ ശ്രവിക്കുന്നതിൽ സഭയിൽ പ്രധാന റെസ്പോൺസിബിലിറ്റി ഉള്ള സഹോദരന്മാർ പലര് കാണും, സീനിയർ ആയിട്ടുള്ള സഹോദരിമാര് കാണും. അവരോടൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ എത്ര വ്യക്തികളുടെ ജീവിതത്തിൽ ഈ രീതിയിലുള്ള വ്യക്തിപരമായ നിക്ഷേപം ചെയ്തിട്ടുണ്ട്? എത്ര വ്യക്തികളെ, എത്ര കുഞ്ഞുങ്ങളെ നിങ്ങൾ ഷെപ്പേർഡിങ് ചെയ്യുന്നുണ്ട്, ഇടയ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്? വളരെ സീരിയസ്ലി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ക്രിസ്തു അവരുടെയൊക്കെ ഉള്ളിൽ ഉരുവാകുവോളം, അതൊരു നീണ്ട ഒരു പ്രക്രിയ എന്ന് ഓർപ്പിക്കട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഫോം ചെയ്യുക അത് നീണ്ട ഒരു പ്രക്രിയയാണ്. രക്ഷിക്കപ്പെടുമ്പോൾ അത് തുടങ്ങുന്നു. ആ വ്യക്തിയെ ആത്മീയ ജീവിതത്തിൽ പോഷിപ്പിച്ചു പോകുമ്പോഴാണ് ആ വ്യക്തിയിൽ ക്രിസ്തു ഉരുവാകുന്നത്. അങ്ങനെ ഉരുവാകുന്നിടത്തോളം കാലം പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൗലോസ് പ്രസവവേദന അനുഭവിക്കുന്നതായിട്ട് നാം ഇവിടെ മനസ്സിലാക്കുന്നു. മനുഷ്യർ അനുഭവിക്കുന്ന വേദനകൾ പല ടൈപ്പുണ്ട്. എന്നാൽ അതിലെ ഏറ്റവും ഭയാനകമായ വേദന ഒന്ന് എല്ല് ഒടിയുമ്പോൾ അല്ലെ എല്ല് മുറിയുമ്പോൾ ഉള്ള വേദനയാണ്. മറ്റൊന്ന് പ്രസവ വേദനയാണെന്നാണ് പറയുന്നത്. ഞാൻ അനുഭവിച്ചിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇപ്പം പ്രസവ സമയത്ത് ഭർത്താക്കന്മാർക്ക് കൂടെ നിൽക്കാൻ അനുവദിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കറിയാം പ്രസവ വേദന എത്ര ഭയങ്കരമാണെന്ന്. ഇന്ത്യയിൽ അങ്ങനെ അനുവദിക്കാറില്ല, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടതായിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ മയങ്ങി വീണേനെ. കാരണം അങ്ങനെ നിന്ന് വേദന സഹിക്കുന്നത് വലിയ വിഷമമാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മറ്റ് ഏതെങ്കിലും വേദനയെക്കുറിച്ച് പറയുന്നതിന് പകരം പൗലോസ് ഇവിടെ പ്രസവ വേദനയെക്കുറിച്ച് പറയുന്നത് അതിന് 2000 വർഷങ്ങൾക്ക് മുൻപ് അനാസ്തീസിയ ഒന്നും ഇല്ലാത്ത കാലത്തെ പ്രസവ വേദനയെക്കുറിച്ച് പറയുന്നത് തനിക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും വലിയ വേദനയായിരുന്നു അത്. അങ്ങനെയുള്ള വേദനയാണ് തൻ്റെ കുഞ്ഞാടുകളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അനുഭവിക്കുന്നത്. 2, ഈ പ്രസവ വേദന എന്നുള്ളത് പറയാൻ കാരണം, ഒരു മാതാവ് ഒരു കുട്ടിക്ക് ജന്മം നൽകി കഴിഞ്ഞ് ആ കുട്ടിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അത് എന്നേക്കും ഉള്ളതാണ്. അറ്റാച്ച്മെന്റ് ഒരിക്കലും മാറത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അത് മനസ്സിലാക്കിയ അതിബുദ്ധിമാനായ ശലോമോനാണ് ഇന്ന് നമുക്ക് ഈ ജീവനോടെ ഇരിക്കുന്ന കുട്ടിയെ 2ആയിട്ട് ഖണ്ഡിച്ച് 2 സ്ത്രീകൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മാതാവിനുണ്ടായ വേദനയുണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു മാനിപ്പുലേഷൻ ആയിരുന്നു. ആ മാനിപ്പുലേഷൻ വന്നപ്പോൾ മരിച്ചു പോയ കുട്ടിയുടെ മാതാവ്, അവർക്ക് ഏതായാലും കുട്ടിയെ നഷ്ടപ്പെട്ടു, മറ്റേ കുട്ടിയെ ജന്മം നൽകാൻ അവർക്ക് വേദനയൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് കണ്ടിക്കാമെന്ന് പറഞ്ഞു. മാതാവ് പറഞ്ഞു, വേണ്ട, ഈ കുട്ടിയെ കൊടുത്തേക്കാൻ. എൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടാൽ പോലും എൻ്റെ കുട്ടി മരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ആ വേദനയാണ് പൗലോസിന്റെ ഹൃദയത്തിൽ താൻ ആത്മീയ ജന്മം നൽകിയ ആളുകളെ കുറിച്ച്. ആ വേദന വേർപാടുകാരായ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ മറ്റ് വിശ്വാസികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെ നശിപ്പിക്കണം എന്നാണ് സംസാരിക്കുന്നത്. ഒരു സുവിശേഷകൻ പറഞ്ഞു ഞാൻ കേട്ടു, ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു സഭ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഡിസിപ്ലിൻ ചെയ്തു കഴിഞ്ഞാൽ അവനെ ഒരു കാലത്തും
ആരും തിരിച്ചെടുക്കാൻ പാടില്ല. എന്തൊരു മാതാവിന്റെ ഹൃദയം അല്ലേ. ആ സ്ത്രീ പറഞ്ഞില്ലേ, വേണ്ട എന്റെ അല്ല നിന്റെ അല്ല, നമുക്ക് രണ്ടായിട്ട് കണ്ടിക്കാവുന്ന ആ സ്ത്രീയുടെ ഭാഷയാണിത്. കുറച്ചുകൂടെ പരിഷ്കൃതമായിട്ട് പറയുന്നതേ ഉള്ളൂ. നോ, ദൈവവചനം ഓർപ്പിക്കുന്നത് ഈവൻ ഒരു വിശ്വാസിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടി വന്നാൽ പോലും അതിന്റെ ലക്ഷ്യം ആ വിശ്വാസിയെ നശിപ്പിക്കാനല്ല, ആ വിശ്വാസിയെ യഥാസ്ഥാനപ്പെടുത്താനാണ്. ആ വിശ്വാസിയുടെ മനസ്സിൽ മാനസാന്തരം ഉണ്ടായി യഥാസ്ഥാനപ്പെടണം. ഇന്ന് നമ്മളിൽ പലര് സംസാരിക്കുന്ന ഭാഷ ആർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞു, ഒരുത്തൻ സഭയിലിരുന്ന് തുമ്മിക്കഴിഞ്ഞാലും അവനെ സഭയ്ക്ക് പുറത്താക്കണം എന്നുള്ള ഭാഷയാണ് നമ്മളിൽ പലർ സംസാരിക്കുന്നത്. ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത് പൗലോസ് അവർക്ക് ആത്മീക ജന്മം നൽകി. അങ്ങനെ ആത്മീയ ജന്മം നൽകിയത് കൊണ്ട് ഒരു മാതാവിനുണ്ടാകുന്ന വേദനയാണ് പൗലോസിന് അവരുടെ ആത്മീയ ജീവിതത്തിലുള്ള അധപ്പതനം കാണുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൗലോസ് പിന്നെയും അവരെ ഓർപ്പിക്കുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പുറകെ പോകുന്നതിന് പകരം കൃപയുടെ സന്ദേശം മനസ്സിലാക്കി ആ കൃപയുടെ സന്ദേശത്തിൽ കൂടെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകണം, കണ്ടിന്യൂസ് ആയിട്ട് വളർന്ന് അങ്ങനെ ആയിത്തീരണം. അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളിൽ ചെയ്ത നിക്ഷേപത്തെക്കുറിച്ച് എനിക്ക് സന്തോഷം ഉണ്ടാകും. ഇവിടെ ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആ ഒരു വ്യക്തി ബന്ധങ്ങൾ വേർപാട് സഭകളിൽ നമ്മൾ മറന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളിൽ ചിലരെങ്കിലും ഉണർന്ന് നാം ഏത് സഭയുടെ അംഗമാണ്, ആ സഭയിൽ മറ്റ് ചിലരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട നിക്ഷേപം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 4:20 നാം വായിക്കുന്നത്, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. വ്യക്തിബന്ധങ്ങൾക്ക് ആത്മീക പ്രോത്സാഹനം, ആത്മീക പരിപാലനം, ഇടയ ശുശ്രൂഷ, അതുപോലെ ആത്മീക ജീവിതത്തിൽ ആളുകളെ യഥാസ്ഥാനപ്പെടുത്തുക, ഇതിലെല്ലാം എത്രയധികം പങ്കുണ്ട് എന്ന് ഈ 20-ാം വാക്യം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഒന്ന് വഴക്ക് പറയാൻ സാധിച്ചെങ്കിൽ നല്ലതായിരുന്നു. എന്നാൽ സാധിക്കത്തില്ല, കാരണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചുപോയി. അതുകൊണ്ട് എന്റെ ശബ്ദം മാറ്റുന്നതിന് പകരം ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു എന്ന് മാത്രമാണ് ദൈവദാസന് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവരോട് പറയാൻ സാധിച്ചത്. നമ്മുടെയൊക്കെ സഭകളിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്ന അധപ്പതനം കാണുമ്പോൾ നാം സന്തോഷിക്കുവാനോ വിഷമിക്കുകയാണ്. നാം അവരുടെ ജീവിതത്തിൽ ഒരു നിക്ഷേപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കത് വിഷമത്തിന് കാരണമായി തീരും. അങ്ങനെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നാം നിക്ഷേപം ചെയ്ത് ആ വിഷമം എന്തെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ, നാം നിക്ഷേപം ചെയ്തിട്ടില്ലാത്ത വിശ്വാസികളുടെ ജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹാസത്തിനോ മറ്റുള്ളവരോട് പരദൂഷണം പറയുന്നതിനോ കാരണമായി തീരുന്നതിന് പകരം ഹൃദയത്തിൽ വലിയ വേദനയ്ക്ക് കാരണമായി തീരും. വേർപാടുകാരായ വിശ്വാസികൾ നമ്മൾ ഹൃദയവേദന ഇല്ലാത്ത ആളുകളാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു രീതിയിലും ഹൃദയവേദന ഇല്ല. വേദനിപ്പിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അതിന്റെ കാരണം നമ്മൾ ആ ഷെപ്പേർഡ്, ഇടയൻ എന്നുള്ള മനോഭാവം മറന്നുപോയിരിക്കുകയാണ്. ഇന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഒരു ഇടയനെ പോലെ അവരോട് സംസാരിച്ചതും ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് ഒരു ഇടയനെ പോലെ സംസാരിച്ചതിന്റെയും കാരണം ഇന്ന് വ്യക്തമാണ്. അതിൽ നിന്ന് നാം പഠിക്കേണ്ടത്, നമ്മിൽ ഓരോരുത്തരും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ഇടയനെ പോലെയുള്ള ഒരു മനോഭാവം ഡെവലപ്പ് ചെയ്യാൻ, വഴക്ക് പറയേണ്ട സ്ഥലത്ത് വഴക്ക് പറയാൻ തോന്നാതെ വിഷമിക്കുന്ന ഒരു മനോഭാവം, അങ്ങനെയുള്ള മനോഭാവം ഡെവലപ്പ് ചെയ്താൽ നമ്മൾ ആരെയാണ് മെന്റർ ചെയ്യുന്നത്, സ്വഭാവ രൂപവൽക്കരണം ആരെയാണ് ചെയ്യുന്നത്, ആരെയാണ് നമ്മൾ ഷെപ്പേർഡിങ് ചെയ്യുന്നത്, ആർക്കാണ് ഇടയന്മാര്? അവർ നമ്മുടെ മുഖഭാവം കാണുമ്പോൾ, നമ്മുടെ വിഷമം കാണുമ്പോൾ അതിലൊരു നല്ല ശതമാനം ആളുകൾക്ക് മറ്റൊന്നും പറയേണ്ട ആവശ്യം വരത്തില്ല, അവർ മാനസാന്തരപ്പെടും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവാത്മാവ് നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, സഹോദരങ്ങളെ,
സഹോദരിമാരെ, ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് സുവിശേഷകന്മാർക്കും മൂപ്പന്മാർക്കും മാത്രം കൊടുത്തതാണ്. മൂപ്പന്മാർക്കും സുവിശേഷകന്മാർക്കും ഒരു പ്രത്യേക രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇടയ ശുശ്രൂഷ നമ്മളിൽ എല്ലാവർക്കും ഉള്ളതാണ്. അക്കാര്യത്തിൽ നമുക്ക് വലിയ പരാജയം വന്നിട്ടുണ്ട്. അത് നമ്മുടെ സഭകളിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ദൈവാത്മാവ് എന്നെ ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളെയും ഓർപ്പിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് ആ ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.